Hi there, welcome to the world of filmmaking. Welcome to Max Shots. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് AI ടൂൾസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ. There are several AI powered tools that can assist you with സ്റ്റോറി ബോർഡിങ്. അപ്പോൾ സ്റ്റോറി ബോർഡിങ് ചെയ്യുന്നതിന് സഹായകരമാവുന്ന കുറച്ച് AI ടൂൾസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം ടൂൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് വിഷ്വലൈസ് ചെയ്യാനും ഷോർട്ട് പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രീ വിഷ്വലൈസ്ഡ് സീക്വൻസസ് ജനറേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. അത് ഒരുപാട് ടൂൾസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായ ടൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് AI സ്റ്റോറി ബോർഡ് ജനറേറ്റർ ആണ് കേട്ടോ. ഇതിൽ വരുന്നത് സ്റ്റോറി ബോർഡ് ബൈ വണ്ടർ യൂണിറ്റ് ഉണ്ട്. അത് ആക്ച്വലി AI പവേർഡ് അല്ല, ബട്ട് എന്നിരുന്നാലും അത് വളരെ ക്വിക്കും സിമ്പിളും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ സ്റ്റോറി ബോർഡിംഗ് ആണ്. സോ നെക്സ്റ്റ് വരുന്നത് ബൂട്ട്സ് ആണ് കേട്ടോ. ബൂട്ട്സ് AI പവേർഡ് ടൂളാണ്, സ്റ്റോറി ബോർഡ് മേക്കറാണ്. സോ ഇതിൽ ആക്ച്വലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആനിമാറ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ നെക്സ്റ്റ് ഈ കാറ്റഗറിയിൽ വരുന്നതാണ് സ്റ്റോറി ബോർഡ് ദാറ്റ് എന്ന് പറയും. ഈ ഒരു ടൂളിൽ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അസെറ്റ്സ് ഉണ്ട് കേട്ടോ. സോ ഇതിൽ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ്, സീൻസ്, അതുപോലെ മറ്റു ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ മേ ബി നിങ്ങൾക്കത് നിങ്ങളുടെ തീമും അല്ലെങ്കിൽ നിങ്ങളുടെ നെറേറ്റീവ്സ് ആയിട്ട് ഫിറ്റ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. സോ നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് AI ഇമേജ് ജനറേറ്റർ ഫോർ സ്റ്റോറി ബോർഡ്സ്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. റൺവേ ML ആണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. കാരണം AI പവേർഡ് ഇമേജസും അതുപോലെ വീഡിയോസും പ്ലെൻറ്റി വീഡിയോസ് ആൻഡ് ഇമേജസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനാവും ഈ റൺവേ ML യൂസ് ചെയ്താൽ. സോ നിങ്ങൾക്കിത് പ്രീ വിഷ്വലൈസേഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വരുന്നത് സ്റ്റേബിൾ ഡിഫ്യൂഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങളുടെ സീനിന് ആവശ്യമായിട്ടുള്ള ഇമേജ് എന്താണോ എന്നുള്ളത് നിങ്ങളൊരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് നിങ്ങൾക്ക് AI പവേർഡ് ടൂളായിട്ടുള്ള സ്റ്റേബിൾ ഡിഫ്യൂഷൻ ജനറേറ്റ് ചെയ്തു തരുന്നതാണ്. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ടൂളാണ് കേട്ടോ ഡാലി എന്ന് പറയുന്നത്. ഡാലി ഓൾസോ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് AI പവേർഡ് ഇമേജസ് ജനറേറ്റ് ചെയ്തു തരുന്നതാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് AI പവേർഡ് പ്രീ വിഷ്വലൈസേഷൻ ആൻഡ് ആനിമേഷൻ. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാറ്റഗറിയിൽ ആദ്യം വരുന്നത് പ്രവെസ് പ്രോ എന്ന് പറയുന്ന ഒരു ടൂളാണ് കേട്ടോ. ഇത് ഒരു AI അസിസ്റ്റഡ് പ്രീ വിഷ്വലൈസേഷൻ ടൂളാണ് ഫോർ ലൈക്ക് പ്ലാനിങ് ഷോർട്ട്സ് ഇൻ 3D. അപ്പോൾ 3Dയിൽ നിങ്ങൾക്കൊരു ഷോർട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നൗ നെക്സ്റ്റ് ഈ കാറ്റഗറിയിൽ വരുന്നത് കാസ്കേഡർ എന്ന് പറയുന്ന ഒരു AI ആനിമേഷൻ ടൂളാണ് കേട്ടോ. ഫോർ റിയലിസ്റ്റിക് മോഷൻ ആൻഡ് ക്യാരക്ടർ മൂവ്മെൻറ്റ്സിനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണിത്. അടുത്തത് ഈ കാറ്റഗറിയിൽ വരുന്നത് അൺറിയൽ എൻജിൻ എന്ന് പറയുന്ന ഒരു ടൂളാണ് കേട്ടോ. ദിസ് ഇസ് ഓൾസോ കോൾഡ് മെറ്റാ ഹ്യൂമൻ ആൻഡ് AI അസിസ്റ്റഡ് പ്രിവിസ്. സോ ഇത് നമുക്ക് ലൈക്ക് എൻവയൺമെൻറ്റും അതുപോലെ ഷോർട്ട്സ് ഒക്കെ പ്രീ വിഷ്വലൈസ് ചെയ്യാൻ സഹായകരമാകുന്ന AI ടൂൾസാണ്. ഇന്ന് നമുക്ക് ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കുറച്ച് ടൂൾസാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. Thank you for listening. Bye-bye.